വെറും 32 വയസ്സിനുള്ളിൽ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചയാളാണ് കോഴിക്കോട് ഫറൂഖിലെ MK മുനീറ. ഭർത്താവ് ജബ്ബാറിന്റെ ലഹരി മരുന്ന് ഉപയോഗം മൂലം കഴിഞ്ഞ 8 വർഷത്തെ അവരുടെ ദാമ്പത്യ ജീവിതം നരകതുല്യമായിരുന്നു. ഒടുവിൽ ബന്ധം വേർപിരിയുന്ന ഘട്ടം വരെ എത്തിയെങ്കിലും 8ഉം 6ഉം വയസ്സുള്ള മക്കളെ ഓർത്ത് മുനീറ വീണ്ടും ഭർത്താവിനൊപ്പം താമസിക്കാനെത്തി. ഒടുവിൽ അതേ ഭർത്താവ് തന്നെ ആ യുവതിയുടെ ജീവനെടുത്തു. ലഹരി മരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിന്റെ പേരിൽ ജബ്ബാർ വെട്ടി പരിക്കേൽപ്പിച്ച മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആദ്യ വിവാഹബന്ധം ലഹരി ഉപയോഗം മൂലം വേർപിരിഞ്ഞ ശേഷമാണ് ജബ്ബാർ മുനീറയെ വിവാഹം കഴിക്കുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് അബ്ദുൾ ജബ്ബാറിന്റെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പാണ്ടികശാല റോഡ് മക്കാട്ട് കമ്പിളിപ്പുറത്ത് MK മുനീറയാണ് മരിച്ചത്. പുലർച്ചെയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം. ബുധനാഴ്ച രാവിലെ 9:30യോടെയാണ് മുനീറയെ ജബ്ബാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഫറൂഖ് കോളേജിന് സമീപത്താണ് മുനീറയും ജബ്ബാറും താമസിച്ചിരുന്നത്. സമീപത്തെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു മുനീറ. രാവിലെ ഇവർ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ജബ്ബാർ ആക്രമണം നടത്തിയത്. മുറി അടച്ചിട്ട ശേഷം ഇയാൾ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബഹളം കേട്ട് വീട്ടിലെത്തിയ നാട്ടുകാരാണ് ഗുരുതരമായി പരിക്കേറ്റ മുനീറയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വെട്ടുകത്തിക്കൊണ്ടാണ് ജബ്ബാർ ഭാര്യയെ ആക്രമിച്ചത്. ഇവരുടെ തലയ്ക്കും കഴുത്തിനും കൈകൾക്കും വെട്ടേറ്റിരുന്നു. ലഹരി മരുന്ന് വാങ്ങാൻ ജബ്ബാർ ഭാര്യയോട് പണം ചോദിച്ചെന്നും പണം നൽകാതിരുന്നതിനെ തുടർന്നാണ് ആക്രമണമെന്നുമാണ് പോലീസ് പറയുന്നത്. ജബ്ബാറിനെതിരെ മുൻപും ഭാര്യയെ ആക്രമിച്ചതിന് കേസെടുത്തിരുന്നു. തുടർന്ന് ഇരുവരും ബന്ധം വേർപിരിയുന്ന ഘട്ടത്തിലെത്തിയെങ്കിലും മുനീറ തന്നെ ജബ്ബാറിനൊപ്പം വീണ്ടും താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രതി സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്നാണ് മുനീറയുടെ ബന്ധുക്കളുടെ ആരോപണം. 8 വർഷം മുമ്പാണ് ഇവർ വിവാഹം കഴിച്ചത്. 8ഉം 6ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആദ്യ വിവാഹം വേർപ്പെടുത്തിയ ശേഷമാണ് ജബ്ബാർ മുനീറയെ വിവാഹം കഴിച്ചത്. ജബ്ബാറിനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് 18 കോഴിക്കോട്.